എന്നും ഇലക്കറികൾ കഴിക്കാനും ഇല വെച്ചുള്ള പലഹാരം ഉണ്ടാക്കി കഴിക്കാനും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ ഫ്ലാറ്റിലോ വിദേശത്തോ ഒക്കെയാണ്, നിങ്ങൾക്ക് ഇലകൾ കിട്ടാൻ സാധ്യതയില്ല എന്ന സാഹചര്യത്തിൽ കൂടുതൽ നാളത്തേക്ക് ഇലകൾ എങ്ങനെ നമുക്ക് സൂക്ഷിച്ച് വെക്കാം, എന്നിട്ടത് നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പോൾ നാട്ടിൽ നിന്ന് ഒരു 3 ആഴ്ച മുമ്പിട്ട് കൊണ്ടുവന്ന വാഴയില, മത്തയില, വയണയില ഇതെങ്ങനെയാണ് ഇത്രയും ദിവസം സൂക്ഷിച്ചത് എന്ന കാഴ്ചയായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ വാഴയില ഇങ്ങനെ കീറി ഒരു പ്ലാസ്റ്റിക് കവറിലിട്ടാണ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. അത് കൊണ്ടുവന്നിട്ട് അന്ന് തന്നെ ഞാൻ ഇതിനകത്ത് ഈർപ്പം ഉണ്ടായിരുന്നു, കഴുകിയില്ല, അല്ലാതെ തന്നെ ഉള്ള ഈർപ്പം തുടച്ചു. എന്നിട്ടൊരു സിപ്പ് ബാഗിലിട്ട് അത് എയറൊക്കെ കളഞ്ഞ് നന്നായിട്ട് അടച്ചങ്ങ് വെക്കുകയാണ്. അതിനുശേഷം പിന്നെ മത്തയിലയാണ് കേട്ടോ എടുക്കുന്നത്. മത്തയില കുറച്ച് കട്ടി കുറഞ്ഞ ഇലയാണ്, അത് പെട്ടെന്ന് ചീത്തയാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതും നമ്മൾ കഴുകുകയൊന്നും ചെയ്യുന്നില്ല. കഴുകാതെ അതിനകത്ത് പുഴുവോ പൊട്ടോ പൊടിയോ ഒക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അത് നന്നായിട്ട് ഈർപ്പം ഉണ്ടായിരുന്നു. ആ ഈർപ്പമൊക്കെ തുടച്ച് അതും ഇതുപോലെ ഒരു സിപ്പ് ബാഗിൽ ഇട്ട് വയ്ക്കുകയാണ്. ഇത് വെക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ഇലയെടുത്ത് നന്നായിട്ട് കഴുകിയിട്ട് തോരനാക്കിയായിരുന്നു. അത് വൻപയർ കൂടി ഇട്ടിട്ടാണ് തോരനാക്കി. അതിൻ്റെ വീഡിയോ നമ്മൾ കുറച്ച് ദിവസം മുമ്പിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് കണ്ടു നോക്കണേ. ഇനി നമ്മൾ വയണയിലയാണ് എടുക്കുന്നത്. വയണയിലെന്ന് വെച്ചാൽ കുറച്ച് കട്ടിയുള്ള ഇലയാണ്, കൂടുതൽ ദിവസം നമുക്ക് വച്ചേക്കാം. പിന്നെ നാട്ടിൽ നിന്ന് കുറച്ച് മുളകുകൾ, കാന്താരി, ഉണ്ടമുളക് അങ്ങനെയൊക്കെയുള്ള മുളകുകൾ കൊണ്ടുവന്ന് അതും ഇതുപോലെ ഈർപ്പം കളഞ്ഞ് വേണം വെക്കാൻ, അല്ല എങ്കിൽ പെട്ടെന്ന് അഴുകിപ്പോവും. ഇനി നമ്മൾ വയണയിലയും ഇതുപോലെ തന്നെ ഈർപ്പമൊക്കെ കളഞ്ഞിട്ട് ഒരു പ്ലാസ്റ്റിക് കവറിലോട്ട് അങ്ങ് ഇടുകയാണ്. ഇത് നല്ല മണമാണ് കേട്ടോ. ഇത് വെച്ച് ഓരോ പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പം കുഞ്ഞു മക്കളൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ വയണയില ഇട്ടിരുന്ന കവറും കൂടെ ചേർത്തിട്ട് ഞാൻ മത്തയിലയുടെ സിപ്പ് ബാഗിലോട്ട് അങ്ങ് ഇട്ടിട്ട് നന്നായി ടൈറ്റ് ചെയ്ത് അങ്ങ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ്. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വെയിറ്റുള്ള സാധനങ്ങളൊന്നും എടുത്ത് വെക്കരുത്, മറ്റ് പാത്രങ്ങളൊക്കെ. അങ്ങനെ വെക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിയൊക്കെ എടുത്ത് വെക്കണം. ഇതാ നമ്മളൊരു 3 ആഴ്ചയായപ്പം ഈ ഇലകൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. എടുത്തപ്പോൾ ഉള്ള അവസ്ഥ കണ്ടോ. മത്തയില ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് ചീത്തയാവാൻ സാധ്യതയുണ്ട്, കട്ടി കുറഞ്ഞ ഇലയാണെന്ന്. അപ്പോൾ കുറേ മത്തയിലകൾ നമുക്ക് ചീത്തയായിപ്പോയി. ഇതാ ഇത്ര ഇലകളാണ് ചീത്തയായത്. അത് കളഞ്ഞിട്ട് നല്ല ഇല നോക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ വയണയിലക്കകത്ത് ഇതാ ഒരില മാത്രമേ ചീത്തയായുള്ളൂ. ഇതിനിടയ്ക്ക് ഒരു ദിവസം ഞാൻ കുറച്ച് വയണയില എടുത്തിട്ട് നമ്മൾ വയണയില അപ്പോൾ ഉണ്ടാക്കിയായിരുന്നു. പിന്നെ ഇതാ വാഴയിലക്കകത്തും ഇതുപോലെ കുറച്ചെടുത്തിട്ട് നമ്മൾ ചക്കയപ്പം ഉണ്ടാക്കിയായിരുന്നു കേട്ടോ, ചക്കയട. അത് നമ്മുടെ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. കുറച്ചധികം ദിവസം ഇലകൾ എങ്ങനെ ഫ്രിഡ്ജിൽ കേടുകൂടാതെ സൂക്ഷിക്കാം എന്നൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.